നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SNDP മുകുന്ദപുരം യൂണിയന്റെ നവീകരിച്ച ഓഫീസ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. എറിയാട് മേഖലയിൽ അനധികൃത മാംസ വിൽപ്പന കേന്ദ്രങ്ങളിൽ റെയ്ഡ്. 150 കിലോ മാംസം പിടിച്ചെടുത്തു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന പഠന ക്യാമ്പ് സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. SNDP യോഗം മുകുന്ദപുരം യൂണിയന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. വൈദ്യുതി എന്ന സ്ഥലമാണ്. എത്രയോ വലിയ മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. ആ ഈ സ്ഥലത്ത് നിന്ന് എന്ത് വിലയുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും വൈദ്യുതിയുടെ സംഭാവനകൾ ചെറുതായി പറയാൻ സാധിക്കില്ല. സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി SNDP യോഗം പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ചെയ്യാവുന്ന അതിൻ്റെ അപ്പുറത്ത് ചെയ്തൊരു പാരമ്പര്യം. ഗുരുവിൻ്റെ അനുഗ്രഹം എന്തുകൊണ്ടും നേടിയിട്ടുള്ള ആ മകൻ വ്യക്തിയുടെ നാമധേയത്തിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ പുണ്യാത്മാവിനെ എന്നുമെന്നും നന്മകളും ആത്മാവിനെ നിത്യശാന്തിയും അർപ്പിക്കുന്നതോടൊപ്പം എൻ്റെ സ്നേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ഒരു പിടി പൂക്കൾ ഈ സന്ദർഭത്തിൽ അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആകെ ഒരു നിലയുണ്ടായിരുന്ന കെട്ടിടം യൂണിയൻ ഓഫീസിൽ നിന്ന് 2 നിലയായി. അത് സുന്ദരവും മനോഹരവുമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് അഭിമാനിക്കാം, നിങ്ങൾക്കും എനിക്കും. അതോടൊപ്പം അതിനു മുമ്പിൽ സുന്ദരമായ വൈദ്യരുടെ പ്രതിമ അനാവരണം ചെയ്തപ്പോൾ അത് പൂർണ്ണമായി. ഇവിടെ ഒരു അപൂർണമായ ഒന്നുണ്ടായിരുന്നു. അതായത് വൈദ്യരുടെ സാന്നിധ്യം, വൈദ്യരുടെ പ്രതിമയുടെ എങ്കിലും വെച്ച് ആദരിക്കുവാനുള്ള ആ വലിയ മനസ്സ് നമ്മൾ കാണിക്കുവാൻ വളരെ വൈകിപ്പോയി. ആ കുറവും നിങ്ങൾ പരിഹരിച്ചു. അങ്ങനെ ഇരട്ടി മധുരം സ്വന്തമായ ആസ്ഥാനം വൃത്തിയായും ഭംഗിയായും നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മളിൽപ്പെട്ടൊരുവനായി ഇവിടെ എത്തിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ എന്നോട് പറഞ്ഞു വളരെ സുന്ദരവും ഭംഗിയായിരുന്നു. അത് തന്നെ നിങ്ങൾക്ക് കിട്ടിയ അദ്ദേഹത്തിൻ്റെ വലിയൊരു സർട്ടിഫിക്കറ്റാണ്. കാരണം വളരെ ഭംഗിയും ജോറും ആയിരിക്കുന്നു അദ്ദേഹം തന്നെ എടുത്ത് പല പ്രാവശ്യം എന്നോട് പറയുകയുണ്ടായി. ഇരിങ്ങാലക്കുട SN സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രീതി നടേശൻ ഭദ്രദീപം തെളിയിച്ചു. യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം അധ്യക്ഷനായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല CR കേശവൻ വൈദ്യരുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ തിരികൊളുത്തിയ പ്രസ്ഥാനമാണ് SNDP യോഗം. നിരവധി മഹാരഥന്മാർ നേതൃത്വം കൊടുത്ത ഈ പ്രസ്ഥാനത്തിന് ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നേതൃത്വത്തിൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം പരിപാടികൾ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പരിപാടി മൈക്രോ ഫൈനാൻസിംഗ് ആണ്. നമ്മുടെ വീടുകളിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന, ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം കുടുംബം പുലർത്തുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഒരു ജീവിത മാർഗം ഉണ്ടാക്കി കൊടുക്കാനുള്ള നടപടി കേരളത്തിൽ ആരംഭിച്ചത് SNDP യോഗമാണ്. അതിന് നേതൃത്വം കൊടുത്തത് ബഹുമാനായ ജനറൽ സെക്രട്ടറിയാണ്. അത് കഴിഞ്ഞാണ് കേരളത്തിൽ പല പ്രസ്ഥാനങ്ങളും മൈക്രോ ഫൈനാൻസിങ് ഒരു വലിയ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. ഇങ്ങനെ ഒരു പദ്ധതി ബാങ്കുകളുടെ സഹായത്തോടെ നടപ്പാക്കാൻ കഴിയും, അത് നമ്മുടെ ഗ്രാമങ്ങളിലെ സഹോദരിമാരുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായി ഈ മൈക്രോ ഫൈനാൻസിംഗ് എന്ന് മാറുകയാണ്. ഇതേ തുടർന്ന് ധാരാളം പ്രസ്ഥാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള മൈക്രോ ഫൈനാൻസിംഗ് രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ ജോലി മാത്രം പ്രതീക്ഷിച്ചിരിക്കാതെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച്
വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് നമ്മുടെ സമൂഹത്തിൽ തെളിയിച്ചത് SNDP യോഗമാണ്. KC മണിലാൽ സ്മാരക ഹാൾ തുഷാർ വെള്ളാപ്പള്ളിയും ഉദ്ഘാടനം ചെയ്തു. തോമസ് ഉണ്ണിയാടൻ MLA, CK രവി, അനിൽ തറനിലം, AM പീതാംബരൻ, KK കൃഷ്ണാനന്ദ ബാബു, VR സുകുമാരൻ, KK ബിനു, ഷാജിൻ നടുമുറി, ബേബി റാം, സജീവ് കുമാർ എന്നിവരും സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉണർവ് 2014 എന്ന ത്രിദിന പഠന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് IB വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് AEO ജയലക്ഷ്മി ടീച്ചർ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഡൽഹി റീജിയണൽ ഓർഗനൈസിംഗ് കമ്മീഷണർ TR വിനയകുമാർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി VK സ്മിത, PTA പ്രസിഡന്റ് PK ഹംസ, പ്രധാനാധ്യാപിക MR ജയശ്രീ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന UAE ചാപ്റ്റർ പ്രതിനിധി MM അഫ്സൽ, TS ഹമീദ്, VM കണ്ണൻ, PA മുഹമ്മദ് എന്നിവരും സംസാരിച്ചു. മാനസികമായിട്ടുള്ള തലത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം തന്നെ വന്നിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ റിവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട, ഞാൻ നിങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാവരും ഓരോ വർഷവും നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് ഓരോ വർഷത്തേക്കാളും കഴിഞ്ഞ വർഷത്തേക്കാളും മികച്ച റിസൾട്ട് ഉണ്ടാകണം എന്നുള്ള ഒരു അഭിപ്രായം, ആ ഒരു ഉദ്ദേശം മാത്രമാണ് ഈ ക്യാമ്പ് നടത്തുന്നതിന്. അതുപോലെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലിരുന്നിട്ട് പിന്നെ 5ാം തീയതി തൊട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ ആ ക്ലാസ്സിലേക്ക് എത്തുന്നതിനുള്ള ഒരു ഉണർവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നടത്തിയിരിക്കുന്നത്. ആ ക്യാമ്പിന്റെ ലക്ഷ്യം പൂർണ്ണമായിട്ടും നിറവേറ്റി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ക്യാമ്പിലെ മികച്ച അംഗമായ PP കൃഷ്ണന്ദുവിനെ തിരഞ്ഞെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും പുസ്തകങ്ങളും വിതരണം ചെയ്തു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസോപിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ വർഗീസ് പാലത്തിങ്കൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ഊട്ടുവെഞ്ചരിപ്പ്, ഊട്ടുനേർച്ച വിതരണം എന്നിവ ഉണ്ടായിരുന്നു. നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്.
യൂത്ത് കോൺഗ്രസ് ചന്ദ്രാപ്പിന്നി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥനെ തടഞ്ഞുവെച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും മാസങ്ങളായി ശുദ്ധജലം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ്, പഞ്ചായത്ത് മെമ്പർ AK ജമാൽ, PD സജീവ്, VA ആസിഫ്, MV ബാലൻ, സത്യദേവ് PA, ഷെരീഫ് MH, പോൾ EF, ബേബി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എറിയാട് മേഖലയിൽ അനധികൃത മാംസ വിൽപ്പന കേന്ദ്രങ്ങളിൽ റെയ്ഡ്. 150 കിലോഗ്രാം മാംസം പിടിച്ചെടുത്തു. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാംസ വിൽപ്പന കേന്ദ്രങ്ങൾ ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റി. എറിയാട് പഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസിന്റെയും സഹായത്തോടെയാണ് മാംസ വിൽപ്പന കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത്. പിടികൂടിയ മാംസം പഞ്ചായത്ത് പൊതുശ്മശാനത്തിൽ കുഴിച്ചുമൂടി. അനധികൃത മാംസ വിൽപ്പന കേന്ദ്രങ്ങളിലെ അളവ് തൂക്ക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട്. 3 വട്ടം നോട്ടീസ് നൽകിയ ശേഷമാണ് അനധികൃത മാംസ വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ പറഞ്ഞു. ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറോലി. മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ തീർക്കണമെന്നാണ് സോഷ്യലിസ്റ്റ് ജനതയുടെ ആവശ്യം. ജനതാ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് വിപണനം നടത്തുന്ന മത്സ്യത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുവാൻ ആരോഗ്യവകുപ്പ് നടപടിയെടുക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിക്കുന്ന മണ്ണെണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും യഥാർത്ഥ തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നില്ല. വിദേശ കപ്പലുകൾ ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് കടലിലെ വൻതോതിൽ മത്സ്യസമ്പത്ത് കടത്തുന്നത് നിയന്ത്രിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെയ് 22-ന് രാവിലെ 10 മണിക്ക് ജില്ലാ ഫിഷറീസ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുവാനും കൺവെൻഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനതാ മത്സ്യത്തൊഴിലാളി ജില്ലാ പ്രസിഡന്റ് ആനന്ദൻ കൈതവളപ്പിൽ അധ്യക്ഷനായിരുന്നു. PS ആസീസ്, സുധീർ G കൊല്ലാറ, ബഷീർ തൈവളപ്പിൽ, CI ഷംനാസ്, മുഹമ്മദ് തായ്നഗർ, നൌഷാദ് വലപ്പാട്, അനിൽ കാരയിൽ, ശശി കാരയിൽ, സൈഫുദ്ദീൻ, ബിലാൽ എന്നിവരും സംസാരിച്ചു. ഇടവേള.